ഘർഷണ ബലത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയാം. ഈ ഘർഷണ ബലം എന്ന് പറയുന്നത് പരുവരുത്ത പ്രതലത്തിലെ ഘർഷണ ബലം കൂടും, ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, മിനുസ പ്രതലത്തിലെ ഘർഷണ ബലം കുറയും. വേഗത കൂടുന്നത് ഘർഷണം കുറയുന്ന സ്ഥലത്താണ് വേഗത കൂടുന്നത്. ഭാരം കൂടിയാൽ ഫ്രിക്ഷൻ എന്ത് ചെയ്യും? കൂടും. ഏരിയ ഓഫ് കോണ്ടാക്റ്റിനെ ഫ്രിക്ഷൻ അഥവാ ഘർഷണം ആശ്രയിക്കുന്നില്ല, പക്ഷേ പ്രതലത്തിൻ്റെ നേച്ചർ ആശ്രയിക്കുന്നുണ്ട്. അഥവാ മിനുസ പ്രതലമാണോ പരുപരുത്ത പ്രതലമാണോ എന്നുള്ളത് അറിയാം. ഇതൊരു സംരക്ഷിത ബലമല്ല. ഊർജ്ജനഷ്ടം ഉണ്ടാകുന്നുണ്ട്, പാതയെ ആശ്രയിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു സംരക്ഷിത ബലമല്ല. സ്ഥിതഘർഷണത്തിൻ്റെ ഘർഷണം എന്ന് പറയുന്നത് രണ്ട് തരമാണ്. ഒന്ന് സ്ഥിതഘർഷണം, രണ്ട് ഗതിക ഘർഷണം. സ്ഥിതഘർഷണത്തിൻ്റെ ഏറ്റവും പരമാവധി ഉള്ളതിനെ പറയുന്ന പേരാണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. ഗതിക ഘർഷണം രണ്ടെണ്ണമുണ്ട്: ഉരുളൽ ഘർഷണം, നിരങ്ങൽ ഘർഷണം. ഘർഷണം കൂടുതൽ നിന്ന് കുറവിലേക്ക് പോകുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ലിമിറ്റിംഗ് ഫ്രിക്ഷനിലാണ്. ഈ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ കഴിഞ്ഞാൽ സ്ഥിതഘർഷണമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഏതാണ്? നിരങ്ങൽ ഘർഷണം. ഏറ്റവും കുറവ് ഉരുളൽ ഘർഷണത്തിലായിരിക്കും കുറവ്. അതുകൊണ്ടാണ് വാഹനങ്ങളുടെ ടയറുകളൊക്കെ ആ ഒരു രൂപത്തിലാകുന്നത്. അടുത്തത് നന്മ തിന്മ നിറഞ്ഞ ബലം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഈ ഘർഷണ ബലത്തെയാണ് നെസസറി ഈവിൾ എന്നറിയപ്പെടും. ഘർഷണം കുറക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് സ്നേഹകങ്ങൾ. ഖരാവസ്ഥയിലുള്ള ഒരു സ്നേഹകത്തിന് ഉദാഹരണമാണ് ഗ്രാഫൈറ്റ്.